പുറകിലെ അത് ഇവിടെ എനിക്ക് പ്രസംഗിക്കുന്നവർക്ക് ഒത്തിരി ശല്യം ചെയ്യും. എന്നെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളൊക്കെ ബുദ്ധിമുട്ടി വന്നത് ഒത്തിരി നന്ദിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പതുക്കിയാ പറയുന്നെങ്കിലും ഈ സ്റ്റേജിൽ മുന്നിലിരിക്കുന്നവർക്ക് ഇത് വളരെ ശല്യം, അത് കേൾക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾ കാര്യം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? കുറേ വർഷങ്ങളായിട്ട് അവർക്കെല്ലാം പരിചയമുണ്ട്. ഞാനാകെ അങ്കലാപ്പിലായി. കാരണം കഴിഞ്ഞ ഒരു വർഷമേ ആയുള്ളൂ ഞാനിവിടെ വന്നിട്ട്. അതിനിടയിൽ കുറച്ച് കാലഘട്ടങ്ങളിൽ മാത്രമേ അച്ഛനുമായിട്ടുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ പൂർവ്വപിതാക്കന്മാർ പാടിയ ഗാനം ഒരുപക്ഷെ ഞങ്ങളുടെ ഹൃദയ അടുപ്പത്തിൻ്റെ ഇഴയടുപ്പം പ്രതിഫലിക്കുന്നതാണ്. ഹിന്ദുവിൽ പോയാലും മക്കളെ നിങ്ങളും ബന്ധങ്ങൾ വേർവീടാതോർക്കേണം എപ്പോഴും. ക്രാനായക്കാർ പാടുന്ന ഈ ഗാനത്തിൻ്റെ ശീലുകളിലെ അർത്ഥതലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഒരുപക്ഷെ കുറഞ്ഞ കാലഘട്ടം മാത്രമേ ഉള്ളൂവെങ്കിലും മാത്യുസച്ചനുമായി ഹൃദയ അടുപ്പം ജ്ഞാനായക്കാരെന്ന നിലയിൽ രൂപീകരിച്ചെടുക്കുവാൻ സാധിച്ചു. അതിലേറെ എനിക്കൊരു പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും നൽകുന്നതായിരുന്നു അച്ഛൻ്റെ എപ്പോഴും എന്നോടുള്ള പ്രതികരണങ്ങൾ. പള്ളിയിൽ വെച്ച് കണ്ടപ്പോഴും ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ കാണുമ്പോഴുമൊക്കെ സ്നേഹവാത്സല്യങ്ങൾ നൽകി ഒരു മകനെ പോലെയോ കൊച്ചുമകനെ പോലെയോ എന്നെ ആദരവോടെ കാണുകയും പരിലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വൈദിക ശ്രേഷ്ഠനെയാണ് ബഹുമാനപ്പെട്ട മാത്യുസച്ചനിൽ എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞത്. അച്ഛനും ഞാനും തമ്മിൽ പ്രായത്തിൽ സാധർമ്മ്യമില്ല, താടിയിൽ സാധർമ്മ്യമില്ല, യാതൊരു വിധത്തിലുള്ള സാധർമ്മ്യമില്ല. മറിച്ച് ഞങ്ങൾ രണ്ടുപേരും ക്രാനായക്കാരാണ് എന്ന സന്തോഷമാണുള്ളത്. ഇന്ന് ഇവിടെയായിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സപ്തതി ആഘോഷിക്കുന്നു. ഒരുപക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ 70 വർഷക്കാലം ദൈവം ചൊരിഞ്ഞ സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് അച്ഛൻ നന്ദി പറയുമ്പോൾ അച്ഛനോടൊപ്പം നമുക്കും ദൈവത്തിന് നന്ദി പറയാം. ഈ മകനെ സഭയ്ക്ക് നൽകിയ മാതാപിതാക്കന്മാരെ ഓർക്കാം. ഈ മകനിലൂടെ നമുക്ക് ലഭിച്ച നന്മകൾക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം തുടർന്നുള്ള കാലങ്ങളിൽ കരം പിടിച്ച് ഈ മകനെ വഴി നടത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 70 വർഷക്കാലം വഴി നടത്തിയ ദൈവം തുടർന്നുള്ള ഓരോ ചുവടും സന്തോഷത്തോടുകൂടി എടുത്തു വയ്ക്കുവാൻ അനുഗ്രഹം അച്ഛന് നൽകട്ടെ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. അച്ഛനെ കാണുമ്പോഴൊക്കെ എനിക്ക് അസൂയ തോന്നിയിട്ടുള്ളൊരു കാര്യം, എപ്പോഴും അച്ഛൻ ശാന്തനായിട്ട് വളരെ മുഖപ്രസന്നതയോടുകൂടി നിൽക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മിൽ നിന്നെല്ലാം അച്ഛൻ വ്യതിരിക്തനാകുന്നത് ഈ മുഖപ്രസന്നതയാണ്. ദൈവികമായ ചൈതന്യവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങളും സ്വീകരിച്ചെടുക്കുമ്പോഴാണ് ഈ മുഖപ്രസന്നത തെളിയുവാൻ കഴിയുക. അച്ഛൻ്റെ ഈ മുഖപ്രസന്നത എന്നുമെന്നും നിഴലിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ഇപ്പോൾ ജന്മദിനത്തിൻ്റെ 80-70 വർഷങ്ങളാണ് നാം കൊണ്ടാടുക. എന്നാൽ പൗരോഹിത്യത്തിൻ്റെ 70 അമേരിക്കയിലെ ജീവിതത്തിൻ്റെ 70 വർഷങ്ങളുമൊക്കെ അച്ഛന് ആഘോഷിക്കുവാൻ ഇടവരട്ടെ. അതിനുള്ള ആയുരാരോഗ്യവും കൃപാദാനങ്ങളും ദൈവം വർഷിച്ചരുളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ജ്ഞാനായ കത്തോലിക്ക വിശ്വാസികളുടെ മുഴുവൻ ഹൃദയത്തുടിപ്പുകളും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് സപ്തതയുടെ നിറവിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട മാത്യൂസ് അച്ഛന് എല്ലാവിധ ജന്മദിന ആശംസകളും നന്മകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട സഹോദര വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പറഞ്ഞ പടകിയ വാക്കുകൾ ആവർത്തിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ചു മുമ്പ് ഇവിടെ പരസ്യം ചെയ്തു, നിങ്ങളൊക്കെ നോർമലാണെന്ന്. നിങ്ങളെ ഒന്നും അബ്നോർമൽ ആക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ മാത്രം. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എല്ലാ മനുഷ്യനും ദൈവം അവൻ്റെ ഉള്ളിൽ ഒരു ദീപം കൊടുത്തിരുന്നു. കണ്ടെത്തുവാനായിട്ടും പ്രകാശിപ്പിക്കപ്പെടുവാനായിട്ടും സ്വയം പ്രകാശിതമാകുവാനായിട്ടും. തന്നിൽ ഒളിഞ്ഞു നിൽക്കുന്ന ദീപത്തെ കണ്ടെത്തുകയും അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുകയും ദീപപീഠത്തിന്മേൽ അതിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നതാണ് ജീവിതത്തിന്റെ ധന്യത. അതില്ലാതെ പോകുമ്പോഴാണ് ജീവിതം പരാജയമാകുന്നത്. ചിലപ്പോഴൊക്കെ അത് പറയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കും. അലസത കൊണ്ട് ചിലപ്പോൾ അത് അന്വേഷിക്കാതെ മറന്നുപോകും. ജീവിത തിരക്കുകളിടയിൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുകയില്ല. കാലം നൽകുന്നതായ സ്വാധീനങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴും എന്തിന് എന്ന് തിരിഞ്ഞ് ചോദിക്കുവാനും സാധിക്കില്ല. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം ഉള്ളിൽ കൊടുത്തതായ ദീപത്തെ കണ്ടെത്തുവാനും ആ ദീപത്തെ ദീപപീഠത്തിൽ പ്രതിഷ്ഠിക്കുവാനും പ്രതിഷ്ഠിക്കപ്പെട്ട ദീപത്താൽ അനേകരുടെ ദീപങ്ങളെ കണ്ടെത്തുവാനായിട്ട് സഹായിക്കുകയും ചെയ്ത മഹത്തരമായ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മാത്യൂസ് അച്ഛന്റെ ജീവിതത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഈ കാലയളവിൽ ഈ ദീപം മൂലം ഈ ദേശം അനുഭവിക്കുന്നതായ പ്രകാശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഈ ദീപം അണയാതെ ഈ ദീപപീഠത്തിൻ്റെ അനേക നാളുകൾ തുടർന്നും പ്രകാശപൂരിതമായി തുടരട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട്, ജീവജാലങ്ങളിൽ ഏറ്റവും ബലഹീനമായ സ്പീഷീസ് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മനുഷ്യനാണെന്ന്. കാര്യം, പരാശ്രയമില്ലാതെ ജീവിക്കുവാനായിട്ട് സാധിക്കാത്ത ഏക ജീവി മനുഷ്യൻ. ഇത്രയും പ്രിയപ്പെട്ടവരെയും ഒത്ത് ഒരുമിച്ച് സ്നേഹിക്കുവാൻ, ഒരുമിച്ച് വസിക്കുവാൻ, ഈ 70-ാം വയസ്സിലും ഇത്രമാത്രം സന്തോഷത്തോടുകൂടെ ആദരവോടുകൂടെ അച്ഛനെ ബഹുമാനിപ്പാനും ഇടയാക്കിയ ഈ സുഹൃത്ത് ബന്ധത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മദർ തെരേസയുടെ പത്രപ്രവർത്തകർ ചോദിച്ചു, അമ്മയെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ മരിക്കാറായ രോഗികളെ കുറിച്ച്, പീഡിതരെ പറ്റി നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷ? ഒരു വാക്കേ പറഞ്ഞുള്ളൂ, അവർക്ക് നഷ്ടപ്പെട്ടതായ ചിരി ഞാൻ വീണ്ടെടുത്തു കൊടുക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് അവരൊന്ന് ചിരിച്ചു കൊള്ളട്ടെ. പ്രിയരെ, അടുത്ത് നിൽക്കുന്നവന്റെ നഷ്ടപ്പെട്ടു പോയ ചിരി വീണ്ടെടുത്ത് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിതം? എന്തിനാണ് നമുക്ക് സൗകര്യങ്ങൾ? ഇപ്പോൾ നമ്മുടെ മക്കളെ കുറിച്ച് പറഞ്ഞല്ലോ, അവിടെ ഇവിടെയൊക്കെ പോയൊക്കെ ജീവിക്കുകയാണെന്ന്, കളിയിലാണെന്ന്. എന്തിനാ ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയെ വീണ്ടെടുത്ത് കൊടുക്കാൻ കഴിയാത്ത ജീവിതം എന്തിനാണ്? സുഹൃത്ബന്ധങ്ങളില്ലാത്ത ജീവിതം എന്തിനാണ്? മാത്യൂസ് സമ്പന്നനാണ് സുഹൃത്ബന്ധങ്ങളിൽ. ദീപം കണ്ടെത്തുന്നതിലും ദീപം പ്രകാശിപ്പിക്കുന്നതിലും ധന്യനായതുപോലെ സുഹൃത്ബന്ധങ്ങളുടെ നിലയിൽ ധന്യനായ അച്ഛനെ ഓർത്ത സ്തോത്രം. അച്ഛനെ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, വാഴ്ത്തട്ടെ. ടാമയിലുള്ള മാർത്തോമ വിശ്വാസ സമൂഹത്തിന്റെ എല്ലാ കുടുംബ അംഗങ്ങളുടെയും ആത്മാർത്ഥമായ ആദരവുകളും സ്നേഹവും ബഹുമാനവും ആ ഇടവകയുടെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പുണ്യങ്ങൾ